അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്ന ഭാഗം വിശദീകരിക്കവേ, അവരുടെ പിതാക്കന്മാർ യാതൊന്നും ഗ്രഹിക്കാത്തവരും സൽമാർഗം സ്വീകരിക്കാത്തവരാണെങ്കിലും ഇക്കൂട്ടർ അവരെ പിൻപറ്റുകയാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഗ്രഹിക്കാത്തവർ എന്നവരുടെ പിതാക്കളെ വിശേഷിപ്പിച്ചതിൽ അവരുടെ പിതാക്കൾ ഒരു കാര്യത്തിലും ബുദ്ധി ഉപയോഗിക്കാത്തവരോ ഗ്രാഹ്യതയില്ലാത്തവരോ എന്നതർത്ഥമാക്കുന്നില്ല എന്ന ഭാഗമാണ് സംസാരിച്ചു വെച്ചത്. ദുറൈദ് ഇബ്നു സിമ്മ അൽ ജുഷമിയെ അത് മനസ്സിലാക്കുവാൻ ഇവിടെ ഉദാഹരിക്കുകയുണ്ടായി. ബുദ്ധിരാക്ഷസനായിരുന്ന ദുറൈദ് തനിക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും ശരി മനസ്സിലായിട്ടും അന്ധമായ അനുകരണത്താൽ തൻ്റെ ഗോത്രമായ ഖസിയ്യയുടെ അവിവേകത്തോടൊപ്പം അജ്ഞതയോടൊപ്പം വർത്തിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ലാ യഅഖിലൂന ശൈഅൻ എന്ന് പറഞ്ഞാൽ പാരത്രികമായ രക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ ഇഹത്തിലും പരത്തിലും വേണ്ട സൗഖ്യത്തിന് ഉപരിക്തമായത് അവർ ഗ്രഹിക്കുന്നില്ല എന്നതാണ് ഉദ്ദേശം. അവർക്ക് ബുദ്ധിയില്ലെന്നോ ബുദ്ധി അവർ ഒട്ടും പ്രയോജനപ്പെടുത്തുന്നില്ലെന്നോ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ബുദ്ധിരാക്ഷസന്മാർ ജാഹിലിയത്തിൽ പലരുണ്ടായിരുന്നു. ഗദ്യ പദ്യ സാഹിത്യങ്ങളിലും ജനങ്ങൾക്കിടയിൽ വിധിതീർപ്പ് കൽപ്പിക്കുന്നതിലും ഇടപാടുകളിലും ഒക്കെ നിപുണന്മാരായ ബുദ്ധി വൈഭവമുള്ള പലരും ജാഹിലിയത്തിൽ അറിയപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്കും തൻ്റെ ഉള്ളിൽ രണ്ട് കൽബുകൾ പടച്ചിട്ടില്ല എന്ന ആശയം വരുന്ന ഈ വചനത്തിൻ്റെ തഫ്സീറിൽ ചില ജാഹിലി വാക്താക്കളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീറുകളിൽ വായിക്കാം. അഥവാ വലിയ ബുദ്ധിരാക്ഷസന്മാർ എന്ന പേരിൽ ചിലർ, ജമീൽ ഇബ്നു മഅ്മർ, ഇബ്നു അസദ് ഇബ്നു ഹബീബുൽ ജുമഹി അൽ ഫിഹിരി എന്ന് പറയുന്ന മനുഷ്യൻ കുശാഗ്ര ബുദ്ധിയായിരുന്നു, വലിയ ചിന്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദുൽ ഖൽബൈൻ, രണ്ട് കൽബുള്ള വ്യക്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന ഫീ ജൗഫി ഖൽബൈനി അമലു ബികുല്ലി വാഹിദിൻ മിൻഹുമാ അമലൻ അഫ്ദല മിൻ അമലി മുഹമ്മദിൻ. എൻ്റെ ഉള്ളിൽ രണ്ട് കൽബുകളുണ്ട്, അതിൽ ഓരോന്നുകൊണ്ടും മുഹമ്മദ് ചെയ്യുന്നതിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലത് ഞാൻ ചെയ്യും എന്നയാൾ വീരവാദം മുഴക്കിയിരുന്നു. പിൽക്കാലത്ത് ഈ ജമീൽ ഇസ്ലാം ആശ്ലേഷിക്കുകയും ഇസ്ലാമിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഇയാൾ. എൻ്റെ നെഞ്ചകത്ത് രണ്ട് കൽബുകളുണ്ട്, അതിൽ ഓരോന്നുകൊണ്ടും മുഹമ്മദ് ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാനാകുമെന്നൊക്കെ അന്നാളിൽ അയാൾ പറയുമായിരുന്നു. ആളുകൾ അയാളുടെ ബുദ്ധി വൈഭവം കണ്ട് അയാളെ വിശേഷിപ്പിച്ചത് ദുൽ ഖൽബൈൻ എന്നാണ്. ബദർ യുദ്ധത്തിൽ അബൂജഹലിനോടൊപ്പം പങ്കാളിയായ ഈ ദുൽ ഖൽബൈൻ ജമീൽ ഇബ്നു മഅ്മർ അൽ ജുമഹി യുദ്ധത്തിൽ തോറ്റ് അബൂജഹലിൻ്റെ അഹങ്കാരപ്പട പിന്തിരിഞ്ഞോടിയപ്പോൾ ആദ്യം ഓടി മക്ക അണയുന്നവരിൽ ഇയാളുണ്ടായിരുന്നു. അപ്പോൾ അബൂ സുഫിയാൻ മക്കയിലെത്തിയ ഈ ജമീലിനോട് ചോദിക്കുന്നുണ്ട്, മാ ഫഅലൽ ഖൗം, നമ്മുടെ ആളുകൾക്ക് എന്തു പറ്റി എന്ന്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, മിൻഹും മഖ്തൂലും വ മിൻഹും ഹാരിബ്, കൊല്ലപ്പെട്ടവരുണ്ട് ഓടി രക്ഷപ്പെട്ടവരുണ്ട് എന്ന്. അബൂ സുഫിയാൻ ഈ ജമീലിനെ കാണുമ്പോൾ അയാൾ ഒരു കാലിൽ ചെരുപ്പിട്ട് മറ്റേ കാലിലെ ചെരുപ്പ് കയ്യിൽ പിടിച്ചാണ് മക്കയിലേക്ക് പാഞ്ഞെത്തുന്നത്. അപ്പോൾ അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ, ഒരു ചെരുപ്പ് കാലിലും ഒരു ചെരുപ്പ് കയ്യിലും? അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ജമീൽ പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് ബനൻതുഹുമാ ഫീ റിജ്ലയ്യ, അള്ളാഹുവാണ് സത്യം, ഞാൻ വിചാരിച്ചു അവ രണ്ടും എൻ്റെ കാലിലാണെന്ന്. അപ്പോൾ അബൂ സുഫിയാൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫൈന ഖൽബാക, ജമീൽ താങ്കളുടെ രണ്ട് കൽബുകൾ അപ്പോൾ ഇവിടെ പോയി? അതോടുകൂടി ആളുകൾ പറയുന്നുണ്ട്, ജമീലിന് രണ്ട് കൽബുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ചെരുപ്പ് മറന്നുകൊണ്ട് കയ്യിൽ ധരിക്കുമായിരുന്നില്ല എന്ന്. ഈ ജമീൽ ഇസ്ലാം സ്വീകരിച്ച് ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ മിസ്രിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു തആലാനു ഇയാളുടെ വിയോഗത്തിൽ ഏറെ വേദനിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. എന്തായാലും ഞാനിത് ഉദാഹരിച്ചത് ദുൽ ഖൽബൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രം ബുദ്ധിയുള്ളവർ അന്ന് ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ജമീൽ ഇബ്നു മഅ്മർ അൽ ജുമഹിയെ പോലെ മറ്റൊരു ബുദ്ധിരാക്ഷസനായിരുന്നു ജാഹിലിയത്തിൽ അബ്ദുള്ള ഇബ്നു ഖത്തൽ. ദുൽ ഖൽബൈൻ, രണ്ട് കൽബുള്ളവൻ എന്ന് ഇയാളും പറയപ്പെട്ടിരുന്നു. അയാളുടെ ബുദ്ധി വൈഭവമായിരുന്നു ഇങ്ങനെ വിളിക്കപ്പെടാൻ കാരണം. ഈ അബ്ദുള്ള ഇബ്നു ഖത്തൽ മക്കം ഫതഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലകൊത്താൻ വിധിക്കുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്ത ദുഷ്ടനാണ്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അയാളുടെ പേര്. ഇസ്ലാം ആശ്ലേഷിച്ചു എന്ന വ്യാജേന മദീനയെ അണഞ്ഞ് ഉപരിപ്ലവമായി മുസ്ലിമായി നടിച്ച് ഇയാൾ പെരുമാറി. അബ്ദുൽ ഉസ്സ എന്ന പേര് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന് പേരിട്ടു. മദീനയിൽ ഒരു സഹാബിയോടൊത്ത് സക്കാത്ത്
പിരിക്കാൻ പുറപ്പെട്ട ഈ അബ്ദുള്ള ഇബ്നു ഖത്തൽ കൂടെയുള്ള സഹാബിയെ കൊന്ന് ഇസ്ലാം വിഗണിച്ച് മക്കയിലേക്ക് ഓടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ കില്ലയിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിലും ഇവൻ്റെ തല കൊയ്യാൻ കൽപ്പിക്കുകയുണ്ടായത്. ജമീൽ ഇബ്നു മഅമറിനെ പോലെ, അബ്ദുള്ള ഇബ്നു ഖത്തലിനെ പോലെ ദുൽ ഖൽബൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രം ബുദ്ധിയുണ്ടായിരുന്നവർ ജാഹിലിയത്തിലുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം കൊണ്ടുവന്നത്. ആമിർ ഇബ്നു ബർബ് അൽ അദവാനി അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ ഹാഷിം ഇബ്നു അബ്ദി മനാഫ്, അതേപോലെ അബുൽ ഹക്കം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഹാനി ഇബ്നു യസീദ് അൽ ഹാരിസി, അബു ഷുറൈഹ്, ഇങ്ങനെ തുടങ്ങി പലരും, അവർക്കൊക്കെ അഖ്ലുൽ ഇദ്രാഖ്, കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ദിഷ്ണയും ബുദ്ധിയും നല്ല അളവിലുണ്ടായിരുന്നു. പക്ഷേ ഈ അഖ്ലുർ റുഷ്ദ്, വികാരങ്ങളെക്കാൾ വിവേകം മുറ്റിയും മുഴച്ചും സൽസരണി പ്രാപിക്കുവാനുള്ള, തങ്ങളുടെ ഇഹപര ക്ഷേമത്തിന് ഉപകരിക്കുവാറുള്ള ബുദ്ധിവൈഭവം, ഇതാണ് ഇവർക്കൊക്കെ നഷ്ടമായത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖിലൂന ശൈഅൻ, യാതൊന്നും അവർ ഗ്രഹിക്കുന്നില്ല എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത്.